ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണകാലം മുതൽ പഞ്ചാബിലെ സിഖ് വംശകർ കുടിയേറിയ സ്ഥലമാണ് കാനഡ. ഇന്ന് അവിടുത്തെ പ്രബലമായ സമുദായം കൂടിയാണ് സിഖ് സമുദായം. കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി ജനസംഖ്യയിൽ 41% ഇന്ത്യൻ വിദ്യാർത്ഥികളാണെന്നാണ് കണക്കുകൾ. ഇതിൽ തന്നെ പകുതിയും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. പ്രതിവർഷം ആയിരക്കണക്കിന് പേരാണ് ഇപ്പോഴും കാനഡയിലേക്ക് പഞ്ചാബിൽ നിന്നും പറക്കുന്നത്. 2022 പഠനാനുമതി ലഭിച്ച 2,25,450 പേർ ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ 1.36 ലക്ഷം പേർ പഞ്ചാബിൽ നിന്നുള്ളവരാണ്. പഞ്ചാബ് മേഖലയിൽ നിന്നുള്ള 3.4 ലക്ഷം വിദ്യാർത്ഥികൾ നിലവിൽ കാനഡയിൽ പഠിക്കുന്നുണ്ടെന്നും കണക്കുകൾ പറയുന്നു. ഒരിക്കൽ അമ്മ വീട് പോലെ കരുതിയിരുന്ന കാനഡിയൻ മണ്ണിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് തിരികെ മടങ്ങുകയാണ് പഞ്ചാബികൾ എന്നാണ് ഏറ്റവും പുതിയ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. പഞ്ചാബ് സ്വദേശിയായ 28 വയസ്സുകാരൻ കാൽക്കർ അത്തരത്തിലുള്ള ഒരാളാണ്. കുടുംബത്തിന്റെ ഭൂമി പണയം വെച്ചാണ് കാൽക്കർ കാനഡയിലേക്ക് ഉപരിപഠനത്തിനായി പോകുന്നത്. കാനഡിയൻ പൗരത്വമായിരുന്നു കാൽക്കറിന്റെ സ്വപ്നം. എന്നാൽ അവിടുത്തെ സാഹചര്യങ്ങൾ കഠിനമേറിയതാണെന്ന് കാൽക്കർ പറയുന്നു. ജീവിത ചെലവ് വളരെ കൂടുതലായിരുന്നു. കോളേജ് കഴിഞ്ഞ് എല്ലാ ആഴ്ചയും 50 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്നു. പണപ്പെരുപ്പം കാരണം പഠനം ഉപേക്ഷിച്ച് ജോലി ചെയ്യാൻ നിർബന്ധിതനാവുകയാണെന്നും കാൽക്കർ പറഞ്ഞു. നിലവിൽ വീടിനോട് ചേർന്ന് മുറിയെടുത്ത് എംബ്രോയിഡറി ബിസിനസ് ചെയ്യുകയാണ് കാൽക്കർ. അത്യാവശ്യം നല്ല രീതിയിലാണ് ബിസിനസ് പോകുന്നതെന്നും സ്വന്തം വീട്ടിലിരുന്ന് പണമുണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തിനു ബുദ്ധിമുട്ടി ഇത്തരത്തിൽ അന്യനാട്ടിൽ പോയി കിടക്കണമെന്നും കാൽക്കർ ചോദിക്കുന്നു. ഏജന്റുമാർ പറയുന്നതല്ല കാനഡ ജീവിതമെന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയ പലരും സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അതേസമയം കാനഡയിലെ കുടിയേറ്റം മാത്രം സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന നിരവധി യുവാക്കൾ ഉണ്ടെന്ന് ഇമിഗ്രേഷൻ ഏജന്റുകൾ പറയുന്നു. എന്നാൽ ജോലി കണ്ടെത്തുന്നതിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പാർപ്പിടത്തിന്റെയും തൊഴിലവസരത്തിന്റെയും അഭാവത്തെക്കുറിച്ചും പ്രതിഷേധങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന വിദ്യാർത്ഥികളുടെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവാൻ തുടങ്ങിയതോടുകൂടിയാണ് ആശങ്കകൾ പടരുന്നത്. 2023 പകുതിയിൽ കാനഡിയൻ സ്റ്റഡി പെർമിറ്റുകൾക്കായുള്ള ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകൾ 40% കുറവുണ്ടെന്നാണ് അടുത്തിടെ വന്ന കണക്കുകൾ പറയുന്നത്. ഇന്ത്യയും കാനഡയും തമ്മിൽ നിലനിൽക്കുന്ന നയതന്ത്ര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണിത്. അതേസമയം യുവാക്കൾ മാത്രമല്ല മുതിർന്നവരും ഇന്ത്യയിലേക്ക് മടങ്ങുന്നുണ്ടെന്നും BBC റിപ്പോർട്ടിൽ പറയുന്നു. പാശ്ചാത്യ ജീവിത രീതിയുമായുള്ള പൊരുത്തക്കേടും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ വീഴ്ചയും ഇന്ത്യയിലെ മികച്ച സാമ്പത്തിക സാധ്യതകൾ എന്നിവയാണ് ഇവരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതെന്നാണ് കാനഡയിൽ 15 വർഷത്തോളം കൂടെ കഴിഞ്ഞ് കരുൺ ഔലക് പറയുന്നത്. താൻ ഇന്ത്യ സ്വന്തമായ ഒരു ഓൺലൈൻ കൺസൾട്ടൻസി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങുന്നവർക്ക് വേണ്ടിയാണത്. മാസത്തിൽ 2-3 കോൾ തനിക്ക് ലഭിക്കാറുണ്ട്. നാട്ടിൽ വന്നാൽ എന്ത് ജോലി ചെയ്യുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെന്നും വ്യക്തമാണ്. 2021-ലും 2022-ലും 80,000-നും 90,000-നും ഇടയിൽ കുടിയേറ്റ കാനഡക്കാർ വിട്ട് അവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നയതന്ത്ര മാറ്റങ്ങളിൽ വന്ന മാറ്റമാണ് പ്രധാനമായും കാനഡയെ ബാധിച്ചിരിക്കുന്നത്. അതിൽ നിന്നും മറികടക്കാനാണ് മലയാളി വിദ്യാർത്ഥികളടക്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.